ഏകാന്ത നിമിഷത്തിലെ അർത്ഥവത്തും അത്ഭുതകരവുമായ ഹൃദയ സംവാദം എന്നാണ് മഹാനായ ഫ്രഞ്ച് എഴുത്തുകാരൻ മാർസൽ പ്രോസ്റ്റ് വായനയെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിൽ പുതുതലമുറ വായനയിൽ നിന്ന് അകലുന്നുവോ? ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ വായന മരിക്കുന്നുവോ? ഒരന്വേഷണം. 1870 ആരംഭിച്ച എറണാകുളം പബ്ലിക് ലൈബ്രറിയിലെ ഒരു പ്രവൃത്തി ദിനം. പല പ്രായത്തിലുള്ള വ്യക്തികൾ ഇവിടെ നിരന്തരമായി വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിലെ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും ആഴത്തിലുള്ള വായനയ്ക്കായി മനുഷ്യർ സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ കാഴ്ചകൾ വിളിച്ചു പറയുന്നത്. വായന മരിക്കുന്നു എന്നുള്ളതിന് എനിക്ക് അഭിപ്രായമില്ല. കാരണം നമ്മുടെ ഇവിടെ മെമ്പർമാരുണ്ട്, അവർ വന്ന് പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ കണ്ടല്ലോ തിരക്ക്. അതുപോലെ സാറ്റർഡേ സൺഡേസ് ഹോളിഡേയ്സിലൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഒരു 10,000 താഴെയുള്ള മെമ്പർമാരും നമുക്കുണ്ട്. പ്രശസ്ത അധ്യാപകനായ സ്വിമ്മിംഗ് ല്യൂ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ പുതിയ കാലത്തെ വായനാശീലത്തിൽ വന്ന മാറ്റം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നോൺ ലീനിയർ അഥവാ രേഖീയമല്ലാത്ത വായനയാണ് ഡിജിറ്റൽ യുഗത്തിൻ്റേത്. വാക്കുകളിലൂടെ കണ്ണോടിച്ചും വരികൾ ഒഴിവാക്കി വേഗത്തിലുമുള്ള വായന. വായന എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേപ്പറിൽ നിന്ന് ചിലപ്പോൾ പുതിയ തലമുറ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റലായിട്ടുള്ള ചില ടൂൾസിലേക്കായിരിക്കും. ഡിജിറ്റൽ തലമുറ വായനയുടെ വലിയ വെളിച്ചം കൈവടിഞ്ഞിട്ടില്ല എങ്കിലും ആഴത്തിലുള്ള പുസ്തക വായന ഇന്നൊരു അപൂർവ കാഴ്ചയാണ്. എത്ര വലിയ AI യുഗത്തിലും തലമുറകളുടെ സത്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് അന്യമായി തീരാതിരിക്കട്ടെ. ദീപക് രാജീവ്, മാതൃഭൂമി മീഡിയ സ്കൂൾ.